ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും വാസ്തവത്തിൽ എന്താണ് ഞെട്ടലുണ്ടാക്കുന്നൊരു സംഗതി തന്നെയാണ്. നിങ്ങളുടെ ലഹരി, നിങ്ങൾ ചെയ്യുന്ന പൊതുസമൂഹത്തിൽ നിങ്ങളുടെ തൊഴിലിനെ ലഹരിയാക്കൂ എന്നുള്ളത്. നിങ്ങളൊക്കെ ശരിക്കും എന്താണ് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒക്കെ ലഹരിക്കെതിരെ പോരാടുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ ലഹരിയാക്കൂ. എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്, എന്താണ് MDMA? ഞാൻ ഇന്നൊരു MDMA സാധനം ജീവനോടെ കണ്ടിട്ടേ ഇല്ല. ഈ സിനിമ അതിവേഗത്തിൽ തീർക്കാൻ കൂടുതൽ സമയം ഈ സംവിധായകർക്കും അതുപോലെ തന്നെ നടന്മാർക്കും ഒക്കെ പ്രവർത്തിക്കാൻ ഈ മയക്കുമരുന്ന് അതൊരു ഉപാധിയാക്കി മാറ്റുന്നു. അത് പോലീസിൻ്റെ കണ്ടെത്തലാണ്. അങ്ങനെയുണ്ടോ? സിനിമ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യാൻ മയക്കുമരുന്ന് ആവശ്യമാണോ? റോഷി, നിങ്ങളും ഞെട്ടണം, ഞാനും ഞെട്ടണം. വാസ്തവത്തിൽ ഇതിൻ്റെ കേസിൽ ഒരു സിനിമ തീർക്കാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ലഹരിയുടെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു സംവിധായകൻ പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവിൻ്റെ മുകളിലാണ് നിങ്ങൾ ഒരു സിനിമ തീർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കാതെ ഒരു സിനിമ 150 ദിവസം 200 ദിവസം നീട്ടിക്കൊണ്ടുപോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ലഹരി ഉപയോഗിച്ച് കൂട്ടി എത്ര സിനിമകൾ ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് എത്ര സിനിമകൾ ഉണ്ടാകുമായിരിക്കാം. ജനപ്രിയ സിനിമകളൊക്കെ ഉണ്ടാക്കിയ സംവിധായകരൊക്കെ ഈ മയക്കുമരുന്നിൽ അഭയം തേടുകയും അവരിപ്പോൾ പോലീസിൻ്റെ പിടിയിലകപ്പെടുന്ന സാഹചര്യമൊക്കെ വരികയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പോക്ക്, സിനിമാ പ്രവർത്തകരുടെ ഇങ്ങനെയുള്ള ഒരു പോക്ക് ഈ മേഖല ആകെ പ്രതിസന്ധിയിലേക്കല്ലേ കൊണ്ട് എത്തിക്കുന്നത്? ഈ സിന്തറ്റിക് ലഹരി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഈ MDMA, ആരോ പൊടി തുപ്പി എന്ന് പറയുന്നത്, ഈ പൊടി മറ്റത് മറിച്ചത്, ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ ഈ എന്താണ് ഈ TV വാർത്തകളിലൊക്കെ കാണുന്നതാണ്. കാരവാനിലൊക്കെ പുകയാണ്. ഈ പുകയൊക്കെ വരുന്ന വഴികളൊക്കെ നമുക്കും അറിയാവുന്നതാണ്. വാസ്തവത്തിൽ അത് തീർച്ചയായിട്ടും 110% അത് നിർത്തലാക്കുക തന്നെ വേണം. എല്ലാവരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരല്ല സിനിമാ മേഖലയിൽ. പക്ഷേ എന്നാൽ പോലും ഒരു ചെറിയ കൂട്ടം മയക്കുമരുന്നിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അത് സിനിമാ മേഖലയെ ആകെ ബാധിക്കുന്നു എന്നാണ്. ഒരു തിരുത്തൽ അവിടെയും അനിവാര്യമായിരിക്കുകയാണ്. ചില പുഴുക്കുത്തുകൾ ഓരോ സ്ഥലത്തും വരുന്നത് സിനിമ ആയതുകൊണ്ട് കുറച്ചധികം ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു. ആ പടം ഇപ്പോഴും സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏകദേശം 5 കോടി രൂപയോളം മുടക്കി ചെയ്തൊരു പടമാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ്. അതിനകത്ത് ഒരാൾ, ഞാൻ ആളെ പറയുന്നില്ല, അയാൾ പിന്നെ ഇത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അയാൾ 4 ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നതുപോലുമില്ല. അയാൾ റൂമിലിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും അയാളുടെ ഹോട്ടൽ റൂമിൽ പോയി പലവട്ടം വിളിച്ചിട്ട് പോലും അയാൾ വന്നിട്ടില്ല. പിന്നെ ഒരു ദിവസം അയാൾ വാതിൽ വന്നപ്പോൾ മുഴുവൻ പുകയാണ്. ആ പുക പോലെ ഇരിക്കുകയാണ് എൻ്റെ സിനിമ ഇപ്പോഴും പെട്ടിക്കകത്ത്. ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ മികച്ചവരാണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ആരെങ്കിലും പ്രതിരോധിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അസോസിയേഷന് മുകളിലോ സംഘടനയ്ക്ക് മുകളിലോ സംവിധാനത്തിന് മുകളിലോ ഒരു സംഘത്തിന് മുകളിലോ ഇവരൊന്നുമല്ല എന്ന് ഇവർക്ക് തിരിച്ചറിയാം.